US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നയം ഇന്ത്യൻ ആഭരണ വ്യവസായത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തുകയാണ്. 2025 ഓഗസ്റ്റ് 7 മുതൽ യുഎസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% താരിഫ് ഏർപ്പെടുത്താനാണ് അമേരിക്കയുടെ നീക്കം. ഇത് ഇന്ത്യയുടെ രത്നാഭരണ മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാകുമെന്നാണ് വ്യവസായ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. നിലവിൽ ഉയർന്ന ആഭ്യന്തര സ്വർണ്ണ ഇറക്കുമതി തീരുവയും അസംസ്കൃത വസ്തുക്കളുടെ വർദ്ധിച്ചുവരുന്ന ചെലവുകളും ചേർന്ന് ഈ പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കുകയാണ്. ഈ പുതിയ സാഹചര്യം ഇന്ത്യൻ ആഭരണ വ്യവസായത്തിന്റെ ലാഭക്ഷമതയെ സാരമായി ബാധിക്കുകയും കയറ്റുമതിയുടെ വളർച്ചാ നിരക്ക് കുറയ്ക്കുകയും ചെയ്യും. രത്നങ്ങളുടെയും ആഭരണങ്ങളുടെയും കയറ്റുമതിയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിപണിയാണ് US എന്നത്. ഈ മേഖലയിൽ നിന്നുള്ള വിദേശ നാണ്യ വരുമാനത്തിന്റെ 25%-ലധികവും US വിപണിയിൽ നിന്നാണ് ലഭിക്കുന്നത്. യുഎസിന്റെ വ്യാപാര നയങ്ങളിലെ ഈ പുനഃക്രമീകരണവും പുതിയ താരിഫുകളും US വിപണിയിൽ ഇന്ത്യൻ ആഭരണങ്ങളെ കൂടുതൽ ചെലവേറിയതാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഡിമാൻഡിനെയും അതിലൂടെ ലഭിക്കുന്ന ലാഭ മാർജിനുകളെയും ഒരുപോലെ ഇല്ലാതാക്കും. ജയ്പൂർ ആസ്ഥാനമായുള്ള പ്രമുഖ ആഭരണ ബ്രാൻഡുകളിലൊന്നായ ജുവൽ സാഗയുടെ സ്ഥാപകൻ ഈ സാഹചര്യത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഉയർന്ന ഇറക്കുമതി തീരുവയും കുതിച്ചുയർന്ന സ്വർണ്ണ വിലയും ഇന്ത്യയിലെ ആഭരണ ബിസിനസ്സിന് ആഴത്തിലുള്ള വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇത് ഉൽപാദന ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കുകയും കരകൗശല വിദഗ്ധർ മുതൽ വൻകിട ജുവലറികൾ വരെയുള്ള ലാഭവിഹിതം കുറയ്ക്കുകയും ചെയ്യുന്നു. ചില സന്ദർഭങ്ങളിൽ ഇത് കരിഞ്ചന്തയെ പോലും പ്രോത്സാഹിപ്പിച്ചേക്കാം. ആഗോളതലത്തിൽ ഇന്ത്യൻ ബ്രാൻഡുകൾക്ക് മത്സരക്ഷമത നിലനിർത്താൻ തീരുവ കുറയ്ക്കുകയും നൈപുണ്യ വികസനത്തെയും നവീകരണത്തെയും പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും വേണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതിക്ക് ഉയർന്ന തീരുവ ചുമത്തുന്നതിനാൽ ഇന്ത്യൻ ജുവലറികൾക്ക് വളരെ കാലമായി ഉയർന്ന ഇൻപുട്ട് ചെലവുകൾ നേരിടേണ്ടി വരുന്നുമുണ്ട്. നിലവിൽ സ്വർണത്തിന് 15% ഇറക്കുമതി തീരുവ. പുതിയ US താരിഫ് പ്രാബല്യത്തിൽ വരുന്നതോടെ കയറ്റുമതിക്കാർക്ക് ഈ ചെലവ് ഇരട്ടിയാകും. ഇത് ആഗോള ആഡംബര പൈതൃക ആഭരണ വിപണികളിൽ ഇന്ത്യയുടെ സ്ഥാനം ഇല്ലാതാക്കുമെന്നാണ് പലരും ഭയപ്പെടുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പല ആഭരണ നിർമ്മാതാക്കളും തങ്ങളുടെ ബിസിനസ് തന്ത്രങ്ങൾ മാറ്റി എഴുതാൻ നിർബന്ധിതരാകുകയാണ്. ഫൈൻ സിൽവർ ജുവൽസിന്റെ സ്ഥാപകനായ നേഹ ചലാനി തന്റെ കമ്പനിയുടെ ബിസിനസ് മോഡൽ ഇതിനോടകം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് സ്ഥിരീകരിക്കുന്നു. ന്യായമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ ഞങ്ങൾ മറ്റ് അന്താരാഷ്ട്ര ആഭ്യന്തര വിപണികളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുകയാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഇതുപോലുള്ള വ്യാപാര തടസ്സങ്ങൾ നിരാശാജനകമാണ്. യുഎസിനെ മാത്രം ആശ്രയിക്കാതെ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഏഷ്യൻ രാജ്യങ്ങളിലെ പുതിയ വിപണികളിലേക്ക് കടന്നു ചെല്ലാനുള്ള ശ്രമങ്ങൾ വ്യവസായ രംഗത്തും സജീവമാണ്. അതേസമയം ഈ പ്രതിസന്ധിയെ അതിജീവനത്തിനും സർഗാത്മകതയ്ക്കുമുള്ള ഒരു വഴിത്തിരിവായും ചിലർ കാണുന്നുണ്ട്. ഇന്ത്യയുടെ അതുല്യമായ കരകൗശല വൈദഗ്ധ്യം നിലനിർത്തുന്നതിലും മാറുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിലുമാണ് വ്യവസായത്തിന്റെ ദീർഘകാല ആരോഗ്യം അടങ്ങിയിരിക്കുന്നത്. മിറാസ ജുവൽസിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ഋഷി ജെയിൻ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ്: ആധുനിക ഡിസൈനുകളുമായി പരമ്പരാഗത കരകൗശലത്തെ സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാനും ആഭ്യന്തര വിപണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇതൊരു അവസരമായി ചിലർ കരുതുന്നു. 2025 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഏകദേശം $40 ബില്യൺ രത്നങ്ങളും ആഭരണങ്ങളും കയറ്റുമതി ചെയ്തു. അതിൽ സിംഹഭാഗവും യുഎസിലേക്കായിരുന്നു. എന്നാൽ സമീപ പാദങ്ങളിൽ പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ, നിയന്ത്രണങ്ങളിലെ അനിശ്ചിതത്വം, അസ്ഥിരമായ ആഗോള ഡിമാൻഡ് എന്നിവ കാരണം കയറ്റുമതി മന്ദഗതിയിലായിരിക്കുകയാണ്. ഈ വെല്ലുവിളികളെ നേരിടാനും മത്സരക്ഷമത നിലനിർത്താനും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ അനിവാര്യമാണെന്ന് വ്യവസായ പ്രമുഖരും വിവിധ അസോസിയേഷനുകളും ആവശ്യപ്പെടുന്നുമുണ്ട്. സ്വർണ്ണ ഇറക്കുമതി നയം പുനഃക്രമീകരിക്കുക, കയറ്റുമതി പ്രോത്സാഹനങ്ങൾ ശക്തിപ്പെടുത്തുക, ഭാവിയിലെ വ്യാപാര ആഘാതങ്ങൾ ലഘൂകരിക്കാൻ കഴിയുന്ന ഉഭയകക്ഷി വ്യാപാര ചർച്ചകൾ നടത്തുക എന്നിവയെല്ലാം ഈ ആവശ്യങ്ങളിൽ പെടുന്നതാണ്. ഉദാഹരണത്തിന്, കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഇൻസെന്റീവുകൾ വർദ്ധിപ്പിക്കുന്നത് കയറ്റുമതിക്കാർക്ക് പുതിയ താരിഫിന്റെ ഭാരം കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ ഇറക്കുമതി തീരുവകളിൽ ഇളവുകൾ നൽകുന്നത് ഉൽപാദന ചെലവ് കുറയ്ക്കാനും ആഗോള വിപണിയിൽ മത്സരിക്കാനും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് സഹായകമാകും. ഈ പ്രതിസന്ധി ഇന്ത്യൻ ആഭരണ വ്യവസായത്തിന് ഒരു കടുത്ത പരീക്ഷണമാണ്. ഇതെങ്ങനെ അതിജീവിക്കുമെന്നും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നും കണ്ടറിയേണ്ടതുണ്ട്. സർക്കാരിന്റെയും വ്യവസായത്തിന്റെയും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ഈ വെല്ലുവിളികളെ അതിജീവിച്ച് ഇന്ത്യൻ ആഭരണ വ്യവസായത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ.